അല്ല, യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മുന്നണി UDF ആണ്. LDF-ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, BJP-ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ചതും ഇലക്ഷൻ വന്നാൽ ഗുണവും UDF-ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് നിലമ്പൂരിൽ നിന്നുണ്ടാകും. മികച്ച റിസൾട്ടായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നിലമ്പൂരിലെ ജനങ്ങൾ തന്നെയാണ്. അവർ കാത്തിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാവും, സുനിശ്ചിതമായിട്ടുള്ള വിജയവും ഉണ്ടായിരിക്കും. UDF-ന് വ്യക്തമായിട്ടുള്ള ധാരണ UDF നേതൃത്വത്തിനുണ്ട്. ആ ധാരണ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഇവിടെ വലിയ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ജനങ്ങളുടെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് നമ്മൾ. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഉത്തരവാദിത്തം കേരളത്തിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങളും ഞങ്ങളും ഏറ്റെടുക്കും. എന്നിട്ടാണോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നത്? ഒരിക്കലും അനുകൂലം. അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ എവിടെയില്ല, എല്ലാം പ്രതികൂലമായിട്ടുള്ളതാണ്. അപ്പം ഉയർത്തിക്കെട്ടി പിന്നെ അവകാശവാദ വ്യഗ്രത കൊണ്ട് സ്ഥാപിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ നേര് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യം കേരളത്തിൽ എവിടെയും ഇപ്പോൾ ഇല്ല. അവരുടെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ല, സ്ഥാനാർത്ഥികൾ പിന്നെ യോഗ്യരായ ഒരുപാട് ആളുകൾ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ വാചകം, ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് സുനിശ്ചിതമായിട്ടുള്ള വിജയം, അത് ഉറപ്പാണ്. ഇപ്പോൾ മറ്റൊരു വിവാദം മന്ത്രി റിയാസ് എല്ലാ വകുപ്പുകളും ഫ്ലക്സുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ തലയാണ്. അദ്ദേഹം റീൽസ് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ റീൽസ് നിരന്തരം ഇടുന്നവരെ വിമർശിക്കുന്നുണ്ട്. ദേശീയപാതയുടെ കാര്യങ്ങളുമായിട്ടുള്ള റീൽസ് ഒന്നും പക്ഷേ റോഡ് തകരുമ്പോൾ അദ്ദേഹം ഒന്നും കണ്ടുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ഇടപെടൽ പ്രകടമാണ്. അല്ല, അവരുടെ ആ പ്രശ്നങ്ങൾ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലല്ലോ. അവരുടെ മന്ത്രിസഭയിലെ തന്നെ അംഗങ്ങൾ, നിങ്ങളുടെ വാർത്തകൾ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അവരുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി പരാതി പറഞ്ഞ് അവർ പരാതിപ്പെട്ട് ആ പരാതി മൂലം മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വാർത്തകൾ. അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം നിങ്ങൾ തന്നെ പറയേണ്ടത്. അപ്പോൾ ആ വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഞങ്ങളാരും ഉണ്ടാക്കിയല്ല, അത് പ്രതിപക്ഷം പിന്നെ കുക്ക് ചെയ്തിട്ടുള്ളൊരു വിവാദമല്ല. അത് അവർക്കിടയിലുണ്ടായ തർക്കങ്ങളും അവർ തന്നെ പുറത്തു വിട്ടതാണ്. ഇപ്പോൾ മന്ത്രിമാർ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാർത്ത ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ, അവർ തന്നെ അത് പുറത്തു വിടാതെ. അപ്പോൾ അവർ തന്നെ പുറത്തു വിട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് റീൽസിനോട് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ. ഇതിപ്പം അവകാശവാദ വ്യഗ്രത ഭയങ്കരമായിരുന്നു എല്ലാവരും, കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ. പക്ഷെ ഇങ്ങനെ വലിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ അവിടെ മണ്ണും ടാറും റോഡും മാത്രമല്ലല്ലോ തകർന്നു പോകുന്നത്, ജനങ്ങളുടെ കോടിക്കണക്കിനായ നികുതി പണമല്ലേ ഈ തകർന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിർമ്മാണ രീതിയെ സംബന്ധിച്ചും സമീപനത്തെ സംബന്ധിച്ചൊക്കെ നിരവധി പരാതികൾ ഈ ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഈ കാര്യങ്ങളിൽ വിവരമുള്ള ആളുകൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ വടകര സെക്ടറിലെ കാര്യം, ഞാനിത് പൊളിറ്റിക്സ് അല്ല പറയുന്നത്. ഇപ്പോൾ കുന്നിയോറ മല നിങ്ങൾ കണ്ടതല്ല, അവിടെ മല ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്നു, സോയിൽ നെയിലിംഗ്, അത് പരാജയമാവുമെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞപ്പോൾ നിങ്ങളിത് പറയാൻ ഇങ്ങനെ കോമ്പിറ്റൻസി ഇല്ല എന്ന് പറഞ്ഞ ആളുകളെ വായടപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? മുക്കാളിയിൽ എന്താ സംഭവിച്ചത്? എന്താ ഈ വെള്ളക്കെട്ട് മുഴുവൻ ഉണ്ടാകുന്നതിൻ്റെ കാര്യങ്ങൾ? അപ്പം ജനങ്ങളെ കേൾക്കാൻ തയ്യാറാവണം, അവരുടെ ആശങ്കകൾ പരിഹരിക്കണം. ഇത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം തന്നെ നമുക്കും ആഗ്രഹം, പക്ഷേ സുരക്ഷിതമായി കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ കുന്നിയോറമല ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കുന്നിയോറമലയിൽ ഇപ്പോൾ അവരോട് പറയുന്നത് നമുക്ക് 1 വർഷം കൂടെ നോക്കാം, എന്നിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ പോട്ടെ, ഇടിയാണെങ്കിൽ അപ്പം ആലോചിക്കാം. അതെന്തൊരു സമീപനം? ഇപ്പോൾ ഒരാൾ മരിച്ചതിൻ്റെ വാർത്തകളും നമ്മൾ കാക്കുന്നില്ല, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് മണ്ണ് വീണിട്ട് അങ്ങനെ ആളുകളുടെ ജീവൻ വെച്ചിട്ട് പന്താടാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ അവകാശവാദങ്ങളാവാം, ആയിക്കോട്ടെ, ആ വ്യഗ്രത റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കാര്യത്തിലും വേണം. കാരണം ഇത് ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്. ഈ പണമൊക്കെ വരുന്നത് ഞങ്ങളാരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ലോ, ജനങ്ങളുടെ പൈസയല്ലേ. അതിനൊരു പ്രതിബദ്ധത ഉണ്ടാവണ്ടേ, വേറെ ഉത്തരവാദിത്തങ്ങൾ വേണം. അതെടുക്കാതെ ഇതിൻ്റെ ക്രെഡിറ്റിൽ മാത്രമുള്ള മത്സരമല്ല വേണ്ടത്, റെസ്പോൺസിബിലിറ്റിക്കും മത്സരം വേണം. അല്ല, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തെ സംബന്ധിച്ചുള്ള പരാതികൾ ഞങ്ങളല്ലല്ലോ ആദ്യം ഉയർത്തിയത്. ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ തന്നെ അംഗങ്ങൾ പോയി പരാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താ? മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ മാറിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താ?
ഇപ്പോഴും അവരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് സ്മാർട്ട് റോഡുകളുടെ കാര്യത്തിൽ PWDയുടെ ഫണ്ടില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, പിന്നെ കോർപ്പറേഷൻ്റെ ഫണ്ട്, പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെയാണ് പൈസ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വിശദാംശങ്ങളും നിങ്ങളുടെയൊക്കെ വാർത്തയിലൂടെ തന്നെ വരുന്നുണ്ടല്ലോ. അല്ല, UDF ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ UDF അതിനു വേണ്ടി കാത്തിരിക്കുന്നവരല്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ സംഭവം ഒന്നും വേണ്ട. ഞങ്ങൾ ഇവിടെ വിഴിഞ്ഞം തുറമുഖം വന്നു, ഞങ്ങളുടെ പങ്ക് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. മെട്രോ വന്നു, ഞങ്ങളുടെ പങ്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മൺപാതയിൽ വിമാനം ഇറങ്ങിയെന്ന മുഖ്യമന്ത്രി പറഞ്ഞു. മൺപാതയിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ഞങ്ങൾ ഉൾപ്പെടെ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് അന്ന് 2016 നവംബറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി 3050 മീറ്റർ റൺവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങൾ UDF ചോദിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിത്തീർത്ത സാധനങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ അത് സാരമില്ല, അത് പൊളിഞ്ഞോട്ടെ എന്ന് പറയേണ്ടവരാണോ പ്രതിപക്ഷം? ഞങ്ങളത് ഉന്നയിക്കേണ്ടേ? എവിടെയാണ് വീഴ്ച പറ്റിയെന്ന് ചോദിക്കണ്ടേ? വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടണ്ടേ? അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ അത് അവസരവാദമല്ല, അത് ഉത്തരവാദിത്വമാണ്. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ചോദ്യങ്ങൾ ചോദിക്കും, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും, പരിഹാര മാർഗങ്ങൾ ആവശ്യപ്പെടും. അത് നൽകാൻ കഴിയാത്തൊരു ഗവൺമെൻറ്റിനെ മാറ്റി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഇവിടെ വരുത്തും. അതിന് ജനങ്ങൾക്കൊപ്പം നിന്ന് നിറവേറ്റാൻ ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പും നിലമ്പൂരിലെ റിസൾട്ടും. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളായി പാർട്ടി വിട്ടു പോകുന്നു. ഇപ്പോൾ എന്തിനും ബെന്നിവരുണ്ടാണ് വിളിക്കുന്നു പോയി നിങ്ങൾ മുന്നുണ്ടായിപ്പെടുത്ത മറിയുമ്പോൾ പോകുന്നു. ഈ SFIക്കാരൻ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ BJP കഴിഞ്ഞ 10 ദിവസങ്ങളെ ആളുകളിങ്ങനെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയാനൊരു നീക്കമൊന്നും വേണ്ടതില്ല എന്നാണ്. BJP ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഓരോരുത്തരെ പെറുക്കിയെടുക്കുക എന്നല്ലാണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ ഫ്രെയിം വർക്കിൽ ഒരു ഇമ്പാക്റ്റ് വർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ അവർ വലിയ പ്രസ്റ്റീജായിട്ട് പിടിച്ചേർന്ന പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പിടിച്ചു, അടക്കി, കയ്യിലെടുത്തു, ജയിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നു. എന്തായിരുന്നു സുരേന്ദ്രൻ്റെയൊക്കെ അന്നത്തെ ഡിക്ലറേഷൻസ്? പാലക്കാട്ടെ വോട്ടെണ്ണൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്തായിരുന്നു? 18,000 വോട്ടിനാണ് പാലക്കാട്ടെ ജനങ്ങളെ പരാജയപ്പെടുത്തിയത്. ഞങ്ങൾ ആ കാര്യമല്ല ശ്രദ്ധിക്കുന്നത്. അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ഒരു നെക്സസ്സാണ്. CPM ജയിച്ചാൽ മതി എന്നാണ് BJP പോലും ആഗ്രഹിക്കുന്നു. BJP എവിടെയെങ്കിലും ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോറ്റാൽ മതി എന്ന് CPM ആഗ്രഹിക്കുന്നു. UDF തോറ്റാൽ മതി. അത് അൻവർ ആ സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആര് മത്സരിച്ചാലും പിന്നെ ആ കൺഫ്യൂഷൻ തീർന്നല്ലോ. പെൻഷൻ സമരം UDF പ്രധാന ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ വലിയ ഒരു ഉൽപ്പന്നമായി മാറി, അല്ലെങ്കിൽ അതിന് സഹായകരമായി മാറിയാണ് മറിയക്കുട്ടി. ആ മറിയക്കുട്ടിയെ കോൺഗ്രസിന് ചേർത്ത് നിർത്താൻ വീടുവരുണ്ടായിട്ടും ചേർത്ത് നിർത്താൻ കഴിയാതെ പോയത്. അല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാമായിരുന്നു. വീടുണ്ടാക്കി കൊടുക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞുണ്ടാക്കി കൊടുത്തു. വി ഹാവ് ഡൺ അവർ ജോബ്. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. പിന്നെ KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിൻ്റെ ശേഷം വരുന്ന കാര്യങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും സ്റ്റാൻഡ് എടുക്കുന്ന എടുത്തോട്ടെ, ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. 2, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം ഇപ്പോഴും അങ്ങനെ നിൽക്കുക. പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയല്ല, പെൻഷൻ കൊടുത്തു തീർത്തിട്ടില്ല. 3, ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവഗണിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ 100 പേർക്ക് അല്ലെങ്കിൽ 1000 പേർക്ക്, 1 ലക്ഷം ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരാവശ്യത്തിൽ നിന്ന് ഒരാൾ അവരോട് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിച്ച ശേഷം മാറി നടന്നിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം കോഴ്സിന് ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമില്ല. അല്ല, അവരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റി എന്നുള്ളതൊരു ഗുണം തന്നെയല്ലേ. അവരുടെ രാഷ്ട്രീയ ലൈൻ ഇപ്പം നാളെ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടൊന്നുമല്ലല്ലോ ഞങ്ങൾ. അത് അങ്ങനെ അവഗണിക്കപ്പെട്ട ഒരാൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നൊരു ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്ത ജനങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ നല്ലതല്ലേ കാണുക. അല്ല, അതിപ്പോൾ എല്ലാവരെയും ഇപ്പോൾ സഹായം ചെയ്തിട്ട് കൂടെ നിർത്താനല്ലല്ലോ. അവരുടെ അന്നത്തെ അവസ്ഥയിൽ ഒരിടപെടൽ അനിവാര്യമാണെന്ന് പാർട്ടിക്ക് തോന്നി, പാർട്ടി അത് പ്രഖ്യാപിച്ചു, അതവർക്ക് നടത്തി കൊടുത്തു. വി ഹാവ് ഡൺ അവർ പാർട്ട്. അതിൻ്റെ ശേഷം ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞ പ്രതികരണം നിങ്ങൾ കേട്ടതാണല്ലോ, പൂച്ചയുടെ കിണറിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ അത് പിന്നെ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച കോഴ്സും ഒരു തരത്തിലും വീക്കണാവുന്നില്ല. അത്രയും ആളുകൾ ഇപ്പോഴും ആ പ്രയാസങ്ങൾ അനുഭവിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ നിൽക്കുകയല്ലേ. ആശാ വർക്കർമാരുടെ സമരം ഗവൺമെൻറ് 4 വർഷം പൂർത്തീകരിക്കാൻ 100 കോടി അല്ലേ, നിങ്ങൾ തന്നെ പുറത്തു വിട്ടത്. ഒരു റീൽസ് ഉണ്ടാക്കാൻ വരുന്ന കോടി എന്താണ്? 4 റീൽസിന് എത്ര കോടിയാണ് പറഞ്ഞത് ടൂറിസം വകുപ്പിന് കൊടുത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കും.
നിശ്ചയെടുക്കാൻ ആൾ വരുമ്പോൾ ഒരു ശ്രദ്ധ വേണ്ട അവിടെ വന്നിട്ട് നിശ്ചയം കൂട്ടുടമയായിട്ട് പോകുമെന്നുള്ളത് ശ്രദ്ധിക്കണ്ടേ? ഇല്ല, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ജനങ്ങളെ ഒന്നിച്ച് കൂടെ നിർത്താൻ കഴിയാത്ത സെർച്ചിങ്ങിലാണ് മറ്റവരുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ SFI ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്ത് മാറി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ. അതൊന്നും ഒരു പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാവുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ BJPക്ക് സാധിക്കില്ല. BJPയുടെ പൊളിറ്റിക്സ് കേരളത്തിൽ അത് ഷൂട്ടബിൾ അല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ജനങ്ങളെല്ലാവർക്കും ഒരു മാർക്ക് ഇടുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ജനങ്ങളുടെ മാർക്കിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഏറ്റവും നന്നായി കിട്ടുന്നതായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് UDFന് അനുകൂലമായിട്ട് നിലമ്പൂരിൽ നിന്ന് വരും. ഓക്കെ, താങ്ക് യു.